നമസ്കാരം, വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. സവാള വീട്ടിലേക്ക് വാങ്ങുമ്പം മിക്കവരും കുറച്ച് അധികം നോക്കി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് സവാളയ്ക്ക് വില കുറഞ്ഞിരിക്കുന്ന അവസരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ വാങ്ങി സവാള നമ്മൾ സൂക്ഷിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ സവാള ഒരുപാട് വാങ്ങിച്ചു വെച്ചാൽ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ മിക്കതിലും മുള വന്നിരിക്കും. പെട്ടെന്ന് മുള വരാതിരിക്കാനും കുറച്ചധികം നാൾ കേടുകൂടാതെ ഇരിക്കാനും ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മിക്കവാറും സവാള വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളത് ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടത്തിലായിരിക്കും വെക്കാറ്, അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെയും ഒക്കെ കൂട്ടത്തിലായിരിക്കും വെക്കാറ്. അങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. സവാള എപ്പോഴും ഈർപ്പം തട്ടാത്തടുത്ത് വേണം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ സവാള വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ വേര് പോലെ ഉള്ള ഭാഗം, ഇവിടെ നിന്നാണ് മുള പൊട്ടുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് നമുക്ക് ആ സവാള ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്തിനെങ്ങനെ വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ആ ഒരു വേരുണ്ടല്ലോ നമ്മളൊന്ന് കരിയിച്ച് കളയുകയാണ്. അതിലാണല്ലോ മുള പൊട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കരിയിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതിനി മുളയ്ക്കത്തേ ഇല്ല. അപ്പോൾ എല്ലാ സവാളയുടെയും ഈ ഒരു ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കരിച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ സവാള വാടിപ്പോവുകയൊന്നും ചെയ്യത്തില്ല, അത്രയും സമയമൊന്നും വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ആ വേരെല്ലാം ഒന്ന് കരിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് എല്ലാ സവാള ഇതുപോലെ പെട്ടെന്നൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ സവാള ഇനിയും മുളച്ച് വരത്തേ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഈ സവാളയൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ വെക്കാറ്. അപ്പം അതിലേക്ക് കുറച്ച് പേപ്പർ കഷ്ണം, ഇങ്ങനെ പത്ര പേപ്പർ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ സവാള കേട് വരത്തേ ഇല്ല കേട്ടോ. നമ്മൾ ഈ പേപ്പർ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ പേപ്പർ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുത്തോളും. അപ്പോൾ ഈ രണ്ട് രീതിക്കും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് നമ്പർ 2. ഞാനിവിടെ ഒരു കപ്പിലോട്ട് കുറച്ച് ചൂടുവെള്ളം എടുക്കുന്നുണ്ടേ. ഒരു കപ്പ് ചൂടുവെള്ളം എടുത്തു. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഏകദേശം ഇത്രത്തോളം കായപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചൂടുവെള്ളം എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കായപ്പൊടി നന്നായിട്ടൊന്ന് അലുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം എടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് അലിയിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതെന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കറിയാലോ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഉറുമ്പ് ശല്യമുണ്ട്. ചില പ്രത്യേക സമയങ്ങളിൽ ഒത്തിരി ഉറുമ്പുകൾ നമുക്ക് കാണാം, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഉറുമ്പുകൾ അടുക്കളയിലൊക്കെ ആണെങ്കിലും വന്നിട്ടുണ്ടെങ്കിലത്തെ കാര്യം അറിയാലോ. ഭക്ഷണ സാധനത്തിലൊക്കെ നമ്മൾ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് ഉറുമ്പ് ആക്കും. അത് തന്നെയല്ല, ഇപ്പം നമുക്ക് നമ്മളെ കടിക്കുകയും ചെയ്യും. അപ്പം ഈ ഉറുമ്പുകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. അതായത് പ്രകൃതിദത്തമായ രീതിയിൽ നമുക്ക് ഉറുമ്പുകളെ നീക്കം ചെയ്യാം. ഒരുപാട് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ കൊണ്ട്, അല്ലേ? ഉറുമ്പ് പൊടി അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഈ ഒരു സംഭവം മതി, ഈ ഒരു കായപ്പൊടി മാത്രം മതി. അപ്പം ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മളിത് ഉറുമ്പിനെ കാണാറുള്ള സ്ഥലങ്ങളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടുക്കളയുടെ മുക്കിലും മൂലയിലും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുകൊണ്ട് ഇവിടെ കുറച്ച് നീറുണ്ടായിരുന്നു, അപ്പം ഞാൻ അവിടെയും കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും അവയെല്ലാം മയങ്ങി അങ്ങ് ചത്തു പോകുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഉറുമ്പുകളുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളിലൊക്കെ ഇരിക്കുന്ന പ്രാണികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ തണ്ടിലെ നീരൊക്കെ ഊറ്റി കുടിക്കുന്ന വെള്ളീച്ച പോലൊക്കെയുള്ള പ്രാണികളെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഈ പയറൊക്കെ നടുമ്പോൾ അറിയാം നമുക്ക് ഒത്തിരി ഈച്ചയുടെ ശല്യം ഉണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പയറിലെ ഇതുപോലുള്ള മുളക് ചെടികളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 3. ഒരു വെജിറ്റബിൾ സ്ലൈസറാണ് കേട്ടോ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു കോലം. ശരിക്കും പറഞ്ഞാൽ നിറച്ച് തുരുമ്പാണ്. ഇതങ്ങനെ ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു, എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് കളയാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് നോക്കിയത് ഇതിൽ തുരുമ്പൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കളയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാളും കൂടി ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ഈ തുരുമ്പൊക്കെ കളഞ്ഞ് ഇത് വൃത്തിയാക്കി എടുക്കുന്നത് എന്നൊരു വീഡിയോ ചെയ്യാമെന്നും കൂടെ ഒന്ന് കരുതി. അപ്പം ഞാനിതൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഇപ്പോൾ എടുത്തേക്കുന്നുണ്ടല്ലോ, കുറച്ച് ഉപ്പാണേ. അപ്പോൾ ഉപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. ഈ ഉപ്പിലോട്ടും ബേക്കിംഗ് സോഡയിലോട്ടും കുറച്ച് വിനാഗിരിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ആക്കാനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി ഇതുപോലെ കുറച്ച് ഫോയിൽ പേപ്പർ ഒന്ന് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം ഇതിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റിയും കൂടെ വെക്കാവേ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് എടുത്തിട്ട് ഈ ഒരു ഫോയിൽ പേപ്പർ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ആ തുരുമ്പെല്ലാം ഇളകി വരുന്നുണ്ട് കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് കുറച്ചൊന്ന് ഒരു സമയം എടുത്തിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഞാനിതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ തുരുമ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നും അത് എത്രത്തോളം പോയി എന്നും കേട്ടോ. ഇതുണ്ടോ, നല്ല അടിപൊളിയായില്ലേ നോക്കിയേ. ഇപ്പോഴും ആ ഉണ്ടായിരുന്ന തുരുമ്പെല്ലാം തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നാളും കൂടി വേണമെങ്കിൽ നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനിയും തുരുമ്പൊക്കെ എടുക്കാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മൾ എപ്പോഴും എടുത്തതിന് ശേഷം ഇച്ചിരി ഓയിലൊക്കെ ഒന്ന് പുരട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പൊന്നും എടുക്കത്തില്ല കേട്ടോ, ഇതുപോലുള്ള സ്ലൈസറൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 4, ഇതേപോലെ പേനയുടെ ക്യാപ്പുകളൊക്കെ പേന തീർന്നു കഴിഞ്ഞാൽ വെറുതെ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ് കളയും, അതല്ലെങ്കിൽ ഡസ്റ്റ്ബിന്നിലിടും അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒത്തിരി സൂത്രങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെൻസിലൊക്കെ ഇങ്ങനെ വെട്ടി തീർന്ന് അല്ലെങ്കിൽ എഴുതി തീർന്ന് ചെറിയ മുറികളായി കഴിഞ്ഞാൽ ഇതേപോലെ പേനയുടെ ക്യാപ്പിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കൈയൊക്കെ പിടിച്ചിട്ട് ഒന്ന് എഴുതുന്ന സമയത്ത് കുറച്ചുകൂടെ നീളം തോന്നിക്കും. അപ്പം തീർന്നു പോയിട്ടുള്ള പെൻസിലൊക്കെ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ ഈ മസാല പാക്കറ്റുകളൊക്കെ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം അങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മണവും ഗുണവും എല്ലാം പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ നമുക്ക് ഇതുപോലെ പാക്കറ്റുകളെ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുണ്ട് ഇതേപോലെ ലോക്കായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ വേണ്ടാത്ത പേനയുടെ ക്യാപ്പ് ഉണ്ടല്ലോ, ക്യാപ്പ് ഇതുപോലൊന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. ഇതുണ്ട് ഇതിപ്പോൾ തലകുത്തി പിടിച്ചാൽ പോലും കൂടി ഇതിൽ നിന്നൊന്നും വെളിയിലേക്ക് വരത്തില്ല. അപ്പം എന്താ പറയുന്നത്, നല്ല അടിപൊളിയായിട്ട് തന്നെ കുറേ അധികം നാൾ വെച്ചാലും നമ്മുടെ മസാലയ്ക്കൊന്നും ഒരു കേടും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കി വെയിലത്ത് ഉണങ്ങാനിടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ക്ലിപ്പൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ കുറച്ച് ക്യാപ്പുകൾ എടുത്ത് വെക്കുകയാണെങ്കിലുണ്ടല്ലോ ക്ലിപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ അങ്ങ് കൊളുത്തിയിട്ടിരുന്നാൽ പിന്നെ കാറ്റത്ത് ഡ്രസ്സൊന്നും പറന്നു പോകത്തൊന്നുമില്ല. ഇതുണ്ടോ നമ്മുടെ ആ ഒരു നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ക്ലിപ്പിന് പകരമായിട്ട് നമ്മുടെ വീട്ടിൽ വെറുതെ തീർന്നിട്ട് വലിച്ചെറിഞ്ഞ് കളയുന്ന പേനയുടെ ക്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാവേ. അപ്പോൾ ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് നമ്പർ 5, ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ദോശമാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇപ്പം നല്ല ദോശമാവൊന്നും വേണമെന്നില്ല. നമ്മളിങ്ങനെ പുളിച്ചു പോയ ദോശമാവൊക്കെ ഇല്ലേ, അതല്ലെങ്കിൽ നമ്മൾ ആ പാത്രമൊക്കെ വടിച്ചെടുക്കുമ്പം കിട്ടുന്ന കഴുകുന്ന സമയത്ത് എടുക്കുന്ന ഒരു ദോശമാവില്ലേ, അതൊക്കെ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ അല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളി ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ദോശമാവൊക്കെ വെച്ചിട്ട് നമുക്ക് ഒത്തിരി ഉപകാരമുണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഡെത്ത് സ്കിന്നൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദോശമാവ് വെച്ചിട്ട് മസാജ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. ഇപ്പം നമ്മളതൊന്നുമല്ല ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരടപ്പ് ലൈസോളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഇത് വെച്ചിട്ട് നമ്മുടെ ബാത്റൂമിലെ ടൈലൊക്കെ ഉണ്ടല്ലോ, ഉപ്പുകറയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ മഞ്ഞക്കറയൊക്കെ പിടിച്ചിരിക്കുന്ന ബാത്റൂം ടൈൽ ക്ലീൻ ചെയ്യാം സൂപ്പറാട്ടോ. അതുപോലെ തന്നെ ക്ലോസറ്റും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇതുണ്ടോ ഉപ്പുകറ ഉണ്ടോ, ഈ ഉപ്പുകറയൊക്കെ നമ്മൾ എത്ര കഴുകിയെന്ന് പറഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അതേമാതിരി തന്നെ നിൽക്കും. അപ്പം ഇങ്ങനെയുള്ള ഉപ്പുകറയൊക്കെ ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് ഒത്തിരി നല്ലതാണ്. ഇതുപോലെ ഞാൻ സ്പോഞ്ചാകട്ടോ എടുത്തേക്കുന്നത്. സ്പോഞ്ചിൽ ദോശമാവ് ഇതുപോലെ എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. ഞാൻ ഈ സ്പോഞ്ച് എടുത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ മറ്റേ സ്ക്രബ്ബറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടൈലിനൊക്കെ പോറലൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്പോഞ്ചിൽ തേച്ച് കൊടുക്കുന്നത്. ഒത്തിരി ഉരയ്ക്കൊന്നും വേണ്ട, എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കൊരു അരമണിക്കൂർ ഒന്ന് വിട്ടേക്കാം. അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുമ്പം തന്നെ ആ കറകളെല്ലാം നന്നായിട്ട് തന്നെ പോകും കേട്ടോ. നമുക്ക് ഒത്തിരി പണിയൊന്നുമില്ല ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി വെള്ളം ഒഴിച്ച് നല്ലപോലെ നമുക്ക് കഴുകിയിട്ട് എടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉപ്പുകറ എല്ലാം പോയിട്ട് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ നമുക്ക് ടൈലും അതുപോലെ തന്നെ ക്ലോസറ്റും ഒക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഡോറിലൊക്കെയുള്ള അഴുക്കുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. ടിപ്പ് നമ്പർ 6, ഞാനിവിടെ ഇത് കുറച്ച് ചോറാണ് കേട്ടോ എടുത്തേക്കുന്നത്. തലേദിവസത്തെ ചോറാണ്. മിക്ക വീട്ടമ്മമാർക്കൊക്കെ പറ്റാറുള്ളൊരു അബദ്ധമാണ് വൈകിട്ട് അത്താഴം കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ചിടുക പതിവാണ്. എന്നാൽ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുത്ത് നമ്മൾ ചോറ് നോക്കുമ്പം ആ ചോറിൽ വെള്ളമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അത് അഴുക്കാകാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ മുഴുവനും അത് അഴുക്കായി പോയിട്ടുണ്ടാകും. ചിലപ്പോൾ ചൂടുകാലമൊക്കെ ആണെങ്കിൽ പിന്നെ ചോറ് നോക്കണ്ട, കൊള്ളത്തേ ഇല്ല അത്. അപ്പം ഇതുപോലെ മറന്നുപോയ ദിവസങ്ങളിൽ
ചോറ് നമ്മൾ കളയാതെ നമുക്കത് കഴിക്കാൻ തക്ക രീതിക്ക് ആക്കി എടുക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് തലേദിവസം വെള്ളം ഒഴിച്ചിടാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനിയിപ്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഏറെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ ഇതിലോട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കഴുകുവാണെങ്കിലുണ്ടല്ലോ സ്മെല്ലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും, ചോറിന് നല്ലൊരു ഉറപ്പ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ 1-2 വട്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെള്ളം തെളിയുന്ന പോലെ നിങ്ങൾക്കൊന്ന് കഴുകാവുന്നതാണേ. അപ്പോൾ ഇങ്ങനെ കഴുകിയെടുത്ത ഈ ചോറിലോട്ട് നമ്മൾ പിന്നെ ആവശ്യത്തിന് വെള്ളം വെക്കുക, എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ആ ചോറിന് എന്താ പറയുക നല്ലൊരു ഉറപ്പും കിട്ടും. നല്ല പുതിയ ചോറ് പോലെ ഫ്രഷായിട്ട് നമ്മൾ പരിയിട്ട് വെച്ച ചോറ് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഇപ്പം ഞാനതൊന്നും വെള്ളം ഇട്ട് തിളപ്പിക്കുന്നൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. നമ്മുടെ വീഡിയോ ഓൾറെഡി തന്നെ കുറേ ലെങ്തി ആയിപ്പോയി. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മളത് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി, നല്ല അടിപൊളി ചോറായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.